പ്രൈസ് ദി ലോർഡ്. ഓരോ ദിനവും കർത്താവ് നമ്മെ പരിപാലിക്കുന്ന ആ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ പ്രഭാതം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി നന്ദി പറയാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പ്രിയ മക്കളെ, ദൈവത്തോട് അടുത്തു ചെല്ലുന്നവരുടെ സമീപത്താണ് ദൈവം അടുത്തു വരുന്നത്. ഹല്ലേലൂയ. ദൈവിക കൽപ്പന അനുസരിക്കുന്നവർക്കാണ് ദൈവിക വാഗ്ദാനങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരിക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നവരെ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ. അതിന് നമ്മൾ നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുതിരിഞ്ഞ് ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് യഥാർത്ഥ അനുതാപ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവവും നമ്മുടെ അടുക്കളയിൽ കടന്നു വരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ആ നിമിഷം മുതൽ ദൈവിക അനുഗ്രഹവും സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം. യഹോവയോട് കൂടെ ഇരിക്കുമ്പോൾ യഹോവ നമ്മോട് കൂടെ ഇരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയെ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മയും ഉപേക്ഷിക്കും. നാം എപ്പോഴും ഇത് ഓർത്തിരിക്കണം. ഹല്ലേലൂയ. യഹോവയോട് ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ നാം ഓരോരുത്തരുമായിരിക്കണം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നോക്കൂ, ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഹല്ലേലൂയ, എല്ലാ ഉന്നത പദവിയിലും ഉന്നത സ്ഥാനത്തും ഇരിക്കുന്നവരെ അല്ല യേശു വിളിച്ചത്. ഹല്ലേലൂയ. നോക്കൂ, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ഏതെല്ലാം പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, ഹല്ലേലൂയ, അവരെയാ വിളിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഏത് സ്ഥിതിയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, ഹല്ലേലൂയ, നമ്മുടെ ഭാരവും പ്രയാസവും ദുഃഖവും എല്ലാം അറിയുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ അപ്പച്ചൻ വിളിക്കുകയാണ്, എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കടന്നു വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി ജനങ്ങൾ ഓരോരുത്തരും, ഹല്ലേലൂയ, പലയിടങ്ങളിൽ കടന്നു പോകുക. ഹല്ലേലൂയ. ഒരു നിമിഷം അപ്പന്റെ പാദപീഠത്തിലൊന്ന് ഇരിക്കെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നവരിൽ, ഹല്ലേലൂയ, നാളുകളായിട്ട് പ്രയാസഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ജീവിതമേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതമേ, നിങ്ങളെ സഹായിക്കുവാൻ കർത്താവുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ്, ഹല്ലേലൂയ, നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യരാലും, ഹല്ലേലൂയ, എല്ലാം കൊടുത്ത് ഇനി എനിക്കൊന്നും സാധ്യമല്ല, ഒരിടത്തും പോകുവാനില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക്, ഹല്ലേലൂയ, ആ സഹോദരി കടന്നു വന്നപ്പോൾ യേശുവിനെ ഒന്ന് കണ്ട്, ഹല്ലേലൂയ, അപ്പന്റെ ഒന്ന് തൊട്ടപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുന്നവർക്ക്, ഹല്ലേലൂയ, സൗഖ്യമുണ്ട്, പൂർണ്ണ ബലമുണ്ട്, ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ സമർപ്പിക്കാം. അപ്പന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ഒന്ന്, ഹല്ലേലൂയ, തുറക്കാം. ഹല്ലേലൂയ. അപ്പന്റെ സന്നിധിയിൽ നമ്മൾ ഒന്ന് ചെല്ലണം. ഇവിടെ നോക്കൂ, രക്തസ്രാവമുള്ളവൾ എങ്ങനെയെങ്കിലും എൻ്റെ അപ്പന്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും തള്ളിക്കളയുന്ന അവസ്ഥയിലും യേശു അപ്പൻ നമ്മളെ സ്നേഹിക്കും, നമ്മെ കൈപിടിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തസ്രാവമുള്ളവളെ എല്ലാവരും തള്ളിക്കളയുന്ന അവസ്ഥയാ, മാറ്റി നിർത്തുന്ന അവസ്ഥയാ. എങ്കിലും അവൾക്ക് ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ എനിക്ക് ചെല്ലണം, എനിക്ക് സൗഖ്യം പ്രാപിക്കണമെന്ന് ആ ഒരു ഹല്ലേലൂയ ഉറപ്പുള്ളത് കൊണ്ട് ആ ഹല്ലേലൂയ പുരുഷാരത്തിന്റെ നടുവിലും അവൾ, ഹല്ലേലൂയ, തിരക്കി അവൾ പോകുക. യേശുപ്പന്റെ ആ തൊങ്ങല, ആ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ എനിക്കൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരും. പ്രിയ മക്കളെ, ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കെ നമ്മൾക്ക്, ഹല്ലേലൂയ, അവിശ്വാസങ്ങളൊക്കെ ഒന്ന്
മാറ്റിവെച്ചിട്ട് വിശ്വാസത്തോടെ അപ്പന്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഹല്ലേലൂയ. അപ്പനിൽ നിന്ന് ശക്തി പുറപ്പെടുന്നതായിട്ട്, അപ്പന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നതായിട്ട് അറിയുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ സ്ത്രീ എന്താ, യേശുപ്പനിൽ നിന്ന് ശക്തി അവളിലേക്ക് ഹല്ലേലൂയ കടന്നു വരികയും അവൾ സൗഖ്യം പ്രാപിപ്പാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അപ്പനെ തൊട്ടാൽ, അപ്പച്ചനെ തൊട്ടാൽ, അപ്പൻ തൊട്ടാൽ നമുക്ക് സൗഖ്യമാ. നമ്മുടെ വിഷയത്തിന് മറുപടിയാ. ഹല്ലേലൂയ. കടഭാരത്താലാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടിയാണോ കടന്നു പോകുന്നത്? നമ്മുടെ ദൈവം, ഉന്നതങ്ങളിൽ അധിവസിക്കുന്ന സകലത്തിന്റെ ഉടയവനായ ദൈവം പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ ഹല്ലേലൂയ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യുന്ന അപ്പന. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യാവസ്ഥകളൊക്കെ മാറ്റി തരുന്ന അപ്പന. ഹല്ലേലൂയ. നിറയ്ക്കുവാൻ ശക്തന. ഹല്ലേലൂയ. ഈ ആഴത്തിലേക്ക് വലയിറക്കുവീനെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ വാക്കിന് വലയിറക്കി. പ്രിയ മക്കളെ, യേശുപ്പന്റെ വാക്കനുസരിക്കുവാൻ നമ്മൾ ഹല്ലേലൂയ ഒരുക്കമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിഷയത്തിന് മറുപടി ആയിത്തീരും. ഹല്ലേലൂയ. നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. പ്രിയ മക്കളെ, നമ്മൾ നാളുകളായിട്ട് ഹല്ലേലൂയ നമ്മൾ ഓരോന്നും മറ്റുള്ളവർ പറഞ്ഞൊക്കെ കേട്ടൊക്കെ ഇരിക്കുക. ഞങ്ങൾ നാളുകളായിട്ട് ഇത് ചെയ്യുന്നതാ, ഞങ്ങൾക്കിതെല്ലാം അറിയാവുന്നൊക്കെ പറഞ്ഞിരിക്കുവാണെങ്കിലും യേശുപ്പൻ നിന്നോട് പറഞ്ഞോ, തീർച്ചയായിട്ടും അത് ചെയ്യുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആ അനുസരണം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിന് മറുപടി ആയിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക് നമ്മൾ കേട്ടാൽ മതി, അപ്പച്ചൻ പറയുന്നതൊന്നും അനുസരിച്ചാൽ മതി. ഹല്ലേലൂയ. നോക്കൂ, ഹല്ലേലൂയ, കാനാവിലെ കല്യാണത്തിന് പ്രിയ മക്കളെ വീഞ്ഞു തീർന്നു പോയെങ്കിൽ ഹല്ലേലൂയ ആ ശിഷ്യന്മാരോടെ അവിടെ പറഞ്ഞപ്പോൾ അവർ ഹല്ലേലൂയ 6 ഹല്ലേലൂയ പറഞ്ഞു നിറച്ചു ഹല്ലേലൂയ വക്കോളം വെള്ളം നിറയ്ക്കുവാൻ ഹല്ലേലൂയ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ പ്രിയ മക്കളെ, യേശുപ്പച്ചൻ പറഞ്ഞ വാക്ക് കേട്ട് അനുസരിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം കൂറുമാറെ ദൈവപ്രവൃത്തി നമ്മളിൽ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ഇന്ന് ആര് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നോ അവരെ ചേർത്ത് പിടിക്കുവാൻ കർത്താവ് ഒരുക്കത്തോടെ ഇരിക്കുക. ഹല്ലേലൂയ. നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി, നമ്മളൊന്ന് യേശുപ്പച്ചന്റെ അടുക്കലേക്ക് ചെന്നാൽ മതി, അപ്പൻ നമ്മളെ കരുതിക്കൊള്ളും. വേണ്ടുന്നത്, നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ തരുവാൻ അപ്പൻ സന്നദ്ധനാ, ഒരുക്കത്തോടെ ഇരിക്കുക. ഇന്ന് നമ്മൾ എന്താ, യേശുപ്പന്റെ കരത്തിൽ ചെല്ലുവാൻ, അപ്പന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ മടിച്ചിരിക്കുക, മറ്റുള്ളിടത്തെല്ലാം പോകുവാൻ ഒരുക്കമാ. പക്ഷേ ഒരു പ്രാർത്ഥനയ്ക്കോ ഒരിടം മീറ്റിങ്ങുകൾക്കോ ഒരു കൂട്ടായ്മയ്ക്കോ ഹല്ലേലൂയ പോകുവാൻ മടി കാണിക്കുന്നു. പ്രിയ മക്കളെ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹല്ലേലൂയ നന്മയും കരുണയും ഹല്ലേലൂയ നമ്മെ പിന്തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് നൽകി തരും. കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയ മക്കളെ, അപ്പന്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുക, വിശ്വസ്തയോട് നിൽക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാം. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. ഹല്ലേലൂയ. സകലത്തിന്റെ ഉടയവനായ കർത്താവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. അതുകൊണ്ട് അപ്പന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എനിക്കൊരു കഴിവുമില്ല, അപ്പ എന്നെ എടുത്ത് ഉപയോഗിക്കണേ എന്ന് പറയുമ്പോൾ സകല കഴിവും തരുവാൻ അപ്പൻ ഹല്ലേലൂയ ഒരുക്കത്തോടെ ഇരിക്കുക. നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ മതി. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുക. അപ്പ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതൽ ഉണ്ടാകുവാൻ, എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ. മാറി നിൽക്കുന്ന അനുഭവങ്ങൾ ഉള്ളവരെ കർത്താവെ ചേർത്ത് പിടിക്കുവാൻ ദൈവം സഹായിക്കണേ. കർത്താവെ, അപ്പന്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള മുഖാന്തരങ്ങൾ ഓരോരുത്തർക്കും ഒരുക്കി കൊടുക്കണമേ. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ ഓരോ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹത്താൽ ഓരോ മക്കളുമായി തീരട്ടെ. അപ്പന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഓരോരുത്തർക്കും ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.